ഞാൻ തിരിച്ചെത്താം. ശ്രീ ജിയോ ബേബി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ജിയോ ബേബി, താങ്കൾ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? താങ്കൾ ഏത് വിധത്തിൽ അപമാനിക്കപ്പെട്ടു എന്നാണ് താങ്കൾ വ്യക്തമാക്കുന്നത്? നമ്മളെ ഒരു കോളേജിൽ ഒരു പരിപാടിക്ക് വിളിക്കുന്നു, ഫാറൂഖ് കോളേജിലെ പരിപാടിക്ക് വിളിക്കുന്നു. അതിനുവേണ്ടി ഏകദേശം ഒരു ദിവസം രാത്രി മുഴുവൻ യാത്ര ചെയ്ത് ഞാൻ കോഴിക്കോട് എത്തുന്നു. കോഴിക്കോട് എത്തുമ്പോൾ എത്തിയിട്ട് എന്നോട് പറയണം ആ പരിപാടി ഞങ്ങൾ ക്യാൻസൽ ചെയ്യാണ്. കാരണം ചോദിക്കുമ്പോൾ ആരും ഒന്നും പറയുന്നില്ല. പിന്നീട് സ്റ്റുഡൻസ് യൂണിയന്റെ ഒരു പ്രസ്താവന ഞാൻ കാണുകയാണ്. എനിക്കായിട്ട് അയച്ചതല്ല, സർക്കുലേറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് എത്തുന്നതാണ്. അതിൽ എൻ്റെ ഡയറക്ടറുടെ, അതായത് സംവിധാനം എന്ന ജിയോ ബേബിയുടെ ധാർമ്മിക മൂല്യങ്ങൾ കോളേജിനോ എന്തോ ചേരുന്നതല്ല, അതുകൊണ്ടാണ് അവർ ഇതോട് സഹകരിക്കുന്നില്ലെന്നാണ് യൂണിയന്റെ നിലപാട്. അപ്പോൾ മാനേജ്മെന്റിന്റെ നിലപാട് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് എന്തിനാ? അപമാനിക്കപ്പെടുമല്ലോ, ആരാണേലും അപമാനിക്കപ്പെടില്ലേ? ഈ പരിപാടി തന്നെ ക്യാൻസൽ ആക്കുകയായിരുന്നോ അതോ താങ്കളെ ഒഴിവാക്കുകയായിരുന്നോ? പരിപാടി തന്നെ ക്യാൻസൽ ആക്കുകയായിരുന്നു. എന്താണ് താങ്കളുടെ ധാർമ്മിക മൂല്യങ്ങളെ എങ്ങനെ ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത്? ഇതിനു മുമ്പ് താങ്കൾ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും പരാമർശം എടുത്തു കാട്ടിയാണോ ഇവർ ഈ ഒരു നിലപാടെടുത്തത്? എന്ത് നിലപാടെടുത്ത? ഞാനൊരു സിനിമ ചെയ്തെന്നേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ എന്തെങ്കിലും പ്രത്യേകമായ കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ സമൂഹത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്നതോ ശ്രദ്ധിക്കപ്പെടുന്നതോ ആയി പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ അത് അറിയില്ലേ? ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഈ അടുത്ത കാലത്തെങ്ങും. ഞാൻ സിനിമ ചെയ്യുക, അതെന്റെ ജോലിയുടെ ഭാഗമാണ്. അത് ചെയ്തതാണ്. അതായിരിക്കും ഇവരുടെ ധാർമ്മിക മൂല്യങ്ങൾക്കെതിരെ എന്റെ ചലച്ചിത്രങ്ങളാവാം. അല്ലാതെ വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ശരി, താങ്കളുടെ ചലച്ചിത്രങ്ങളിൽ ഞാൻ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. താങ്കളുടെ ചലച്ചിത്രങ്ങളിൽ അവർക്ക് ഒരു അനൗചിത്യം തോന്നിയത് എന്ത് വിഷയത്തിലാവാം? താങ്കൾക്ക് അത് വ്യക്തമാക്കാൻ മനസ്സുണ്ടോ? അറിയത്തില്ല, എനിക്കറിയത്തില്ല. അത് അവരോട് ചോദിക്കണമല്ലോ, അവർക്കല്ലേ അത് ബുദ്ധിമുട്ടായത്. അപ്പം അവർക്കേ അറിയുള്ളൂ, എനിക്കറിയില്ല. എന്തായാലും ഈ കാര്യത്തിൽ എങ്ങനെയാണ് താങ്കൾ എന്തെങ്കിലും തുടർ നടപടിക്ക് താങ്കൾ മുന്നോട്ട് പോകുന്നുണ്ടോ? നിയമ നടപടിക്കോ മറ്റോ? നിയമപരമായി ഇതിനെ നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, വളരെ നന്ദി താങ്കളുടെ പ്രതികരണത്തിന്.